ഇന്ന് GPS മീഡിയ പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ മധുരമുള്ള ഒരു പ്രതികാര കഥയെക്കുറിച്ചാണ്. ദേവരാഗങ്ങളുടെ ദേവശില്പി ദേവരാജൻ മാഷും വയലാർ രാമവർമ്മയും ഒന്നിച്ച അക്കാലത്തെ എല്ലാ ഗാനങ്ങളും ഹിറ്റായിരുന്നു. ആ സമയത്താണ് ഒരു പുതുതലമുറക്കാരൻ പയ്യൻ സിനിമാ ഗാനങ്ങൾക്ക് പാട്ടെഴുതാനെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീകുമാരൻ തമ്പി. ചിത്രമേള എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജനും ശ്രീകുമാരൻ തമ്പിയും ഒന്നിക്കുന്നു. ആ സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റായി മാറി. ആ സമയത്താണ് മുട്ടത്ത് വർക്കിയുടെ വെളുത്ത കത്രീന എന്ന നോവൽ സിനിമയാക്കാൻ തീരുമാനിക്കുന്നത്. പാട്ടെഴുതാൻ ശ്രീകുമാരൻ തമ്പി തന്നെ ഏർപ്പാടാക്കുന്നു. ശ്രീകുമാരൻ തമ്പി സംഗീതം ചെയ്യാനായി ദേവരാജൻ മാസ്റ്ററെ സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, പാട്ടെഴുതുന്നത് ശ്രീകുമാരൻ തമ്പിയാണെങ്കിൽ ഞാൻ സംഗീതം ചെയ്യില്ല എന്ന് പറഞ്ഞു. അറിയാലോ, അക്കാലത്തെ ദേവരാജ മാസ്റ്ററുടെ വാശിയും ദേഷ്യവും പ്രസിദ്ധമാണ്. ഇതറിഞ്ഞ ശ്രീകുമാരൻ തമ്പി ദേവരാജ മാസ്റ്ററെ വിളിച്ചു ചോദിച്ചു, എന്നെ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് ഒഴിവാക്കുന്നതും? നമ്മൾ ഒരുമിച്ച് ചെയ്ത ചിത്രമേളയിലെ പാട്ടുകളെല്ലാം ഹിറ്റായില്ലേ എന്ന് ചോദിച്ചു. അത് ഹിറ്റായി, അതുതന്നെയാണ് കുഴപ്പമെന്ന് ദേവരാജ മാസ്റ്റർ പറഞ്ഞത് കേട്ട് ശ്രീകുമാരൻ തമ്പി ഞെട്ടി. ഹിറ്റായതൊരു കുഴപ്പമാണോ എന്ന് തമ്പിയും ചോദിച്ചു. ദേവരാജൻ മാസ്റ്ററുടെ വിചിത്രമായ ഉത്തരം കേട്ട് തമ്പി സാർ വീണ്ടും ഞെട്ടി. നീയും ഞാനും ഒരുമിച്ച് പാട്ടുകൾ ചെയ്ത് അതെല്ലാം ഹിറ്റായാൽ പിന്നെ എൻ്റെ കുട്ടന് പാട്ടുകൾ കിട്ടില്ല. കുട്ടന് ദോഷം വരുത്തുന്ന ഒരു പണിക്കും ഞാനില്ല. ഞങ്ങളൊരു ടീമാണ്. കുട്ടൻ എന്ന് പറഞ്ഞാൽ വയലാർ രാമവർമ്മ. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾക്ക് സംഗീതം ചെയ്താൽ വയലാറിൻ്റെ മാർക്കറ്റ് ഇടിയുമോ എന്ന് ദേവരാജൻ സാർ ഭയപ്പെട്ടത് കൊണ്ടാണ് താൻ ട്യൂൺ ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചത്. വയലാറിനെ പോലെ ഒരു കവിയെയാണോ തന്നോട് താരതമ്യം ചെയ്യുന്നതെന്ന് തമ്പി ചോദിച്ചു. പി ഭാസ്കരൻ്റെ വരികൾക്ക് അങ്ങ് ട്യൂൺ ചെയ്യുന്നില്ലേ എന്നൊരു എക്സ്ട്രാ ചോദ്യവും കൂടി തമ്പി സാർ ചോദിച്ചു. അപ്പോൾ ദേവരാജൻ മാസ്റ്റർ ശരിക്കും ചൂടായി. പി ഭാസ്കരൻ എവിടെ, നീ എവിടെ? നീ ഇന്നലെ വന്ന കൊച്ചു ചേർക്കനെന്ന് മറുപടിയും കൊടുത്തു. ശ്രീകുമാരൻ തമ്പിയും വാശിക്ക് ഒട്ടും പിന്നിലല്ലോ. എന്നെ ഇനിമേലിൽ നീ എന്ന് വിളിക്കരുത്, ഒന്നുകിൽ പേര് വിളിക്കണം അല്ലെങ്കിൽ താനെന്ന് വിളിക്കണമെങ്കിൽ തിരിച്ചടിച്ചു. നീ ധിക്കാരിയാണ്, അതുകൊണ്ട് കൂടി നിന്റെ വരികൾ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറയുന്നത്. ദേവരാജ മാസ്റ്റർ തിരിച്ചടിച്ചു. സർക്കാർ ജോലി പോലും രാജിക്കത്ത് എഴുതി വലിച്ചെറിഞ്ഞ തമ്പി സാറിന് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. പറവൂർ ദേവരാജൻ എന്ന വലിയ ധിക്കാരി ജീവിക്കുന്നിടത്ത് ശ്രീകുമാരൻ തമ്പി എന്ന കൊച്ചു ധിക്കാരിക്കും ഇടമുണ്ട്. നിങ്ങളുടെ ഈണങ്ങളിൽ നിങ്ങൾക്കുള്ള വിശ്വാസം പോലെ എനിക്ക് എൻ്റെ വരികളിലുമുണ്ട്. നിങ്ങളുടെ ഹാർമോണിയം വായിക്കുന്ന പയ്യൻ ട്യൂൺ ചെയ്താലും എൻ്റെ പാട്ട് ഹിറ്റാകും. ഇത് പറഞ്ഞതും തമ്പി സാർ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ വെളുത്ത കത്രീന ഒരുക്കുന്ന ബാലത്തസാറിന് തമ്പി സാറും വേണം, ദേവരാജൻ മാസ്റ്ററും വേണം. അവസാനം കുറേ നിബന്ധനകളൊക്കെ വെച്ച് ദേവരാജൻ മാസ്റ്റർ തമ്പി സാറിൻ്റെ വരികൾക്ക് സംഗീതം നൽകി. ആ സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റായി. പിന്നീട് അവർ 5 വർഷക്കാലം തമ്മിൽ സംസാരിച്ചില്ല. പിണങ്ങി ആ 5 വർഷക്കാലം തമ്പി സാറിന് ഒട്ടും മോശം കാലമായിരുന്നില്ല. അപ്പോഴേക്കും ശ്രീകുമാരൻ തമ്പി അർജുനൻ കൂട്ടുകെട്ട് ഹിറ്റായി മാറിക്കഴിഞ്ഞു. വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് പോലെ ശ്രീകുമാരൻ തമ്പി അർജുനൻ കോംബോ മലയാള സിനിമ പാട്ടുകളിൽ ഒരു തരംഗം തന്നെ തീർത്തു. ഇവർ രണ്ടുപേരും ചേർന്ന് 400ഓളം ഗാനങ്ങൾ ചെയ്തു. ഇനി നമുക്ക് ശ്രീകുമാരൻ തമ്പി പറഞ്ഞ ആദ്യ ഡയലോഗിലേക്ക് പോകാം. പറവൂർ ദേവരാജൻ്റെ ഹാർമോണിസ്റ്റ് ചെയ്താലും തൻ്റെ പാട്ട് ഹിറ്റാകുമെന്ന ആ ഡയലോഗ്. കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിസ്റ്റായിരുന്നു MK അർജുനൻ മാസ്റ്റർ. അർജുനൻ മാസ്റ്ററും തമ്പി സാറും ഒരുമിച്ചപ്പോഴുണ്ടായ എല്ലാ ഗാനങ്ങളും വളരെ മനോഹരമായിരുന്നു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, 1000 അജന്ത ചിത്രങ്ങൾ, പാടാത്ത വീണയും പാടും, വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി, അങ്ങനെ തുടർന്നു പോകുന്നു തമ്പി സാറിൻ്റെ ആ മനോഹര ഗീതികൾ. ദേവരാജൻ മാസ്റ്ററോടുള്ള തമ്പി സാറിൻ്റെ മധുര പ്രതികാരം മൂലം മലയാളിക്ക് മൂളാൻ ഒരുപാട് സുന്ദര ഗാനങ്ങൾ ലഭിച്ചു.